ഹലോ എവരി വൺ, വെൽക്കം ടു EE2 ക്ലാസ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പോർഷനിലാണ് അല്ലേ, ഡിസൈൻ ഓഫ് സർക്കുലർ സീവേജ് അണ്ടർ ഫുൾ ആൻഡ് പാർഷ്യൽ ഫ്ലോ കണ്ടീഷൻസ് പ്രോബ്ലംസ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഒരു 2 പ്രോബ്ലംസും നമ്മളിതിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം ഫർദർ ഇതുപോലത്തെ ഒരുപാട് പ്രോബ്ലംസ് ഡിഫറെൻറ്റ് ടെക്സ്റ്റ് ബുക്കുകളിലും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അതൊക്കെ എടുത്ത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടി ഇതിൽ ബാക്കിയുണ്ട്. അതുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് വേണം ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പോൾ ടോപ്പിക് ഇതാണ്, പാർഷ്യൽ ഡെപ്ത് സെൽഫ് ക്ലെൻസിങ് ഫ്ലോ. അതായത് സെൽഫ് ക്ലെൻസിങ് ഫ്ലോ എന്താണെന്നുള്ളത് നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലേ. ഓക്കെ, അപ്പം ആ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി അല്ലേ സെൽഫ് ക്ലെൻസിങ് കംപ്ലീറ്റ്ലി അതിൽ മാറ്റേഴ്സ് എല്ലാം ഫ്ലോ ചെയ്യാനുള്ള വെലോസിറ്റിയാണ് സെൽഫ് ക്ലെൻസിങ് ഫ്ലോ. ഓക്കെ, അപ്പം നമ്മളടുത്ത് പറഞ്ഞ കേസിൽ സെൽഫ് ക്ലെൻസിങ് ഫ്ലോ ആണ്. അവിടെ അതിൻ്റെ പാർഷ്യൽ ഡെപ്ത് ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസിയറായിട്ട് കുറച്ച് വേറെ റിലേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഫസ്റ്റ് വൺ നോക്കൂ, SS/S=R/R. അതായത് SS എന്ന് പറയുന്നത് ഈ ഒരു പാർഷ്യൽ ഡെപ്ത് സെൽഫ് ക്ലെൻസിങ് ഫ്ലോ കേസിലുള്ള പാർഷ്യൽ ഡെപ്ത് വരുമ്പോഴുള്ള ഗ്രേഡിയൻ്റാണ് SS എന്ന് പറയുന്നത്. അതേ സ്വീകരന് റണ്ണിങ് ഫുള്ളായിരിക്കുമ്പോൾ അവിടുത്തെ ഗ്രേഡിയൻറ്റ് ക്യാപിറ്റൽ S. അതായത് ഇപ്പോൾ നമുക്കറിയാം 2 ഗ്രേഡിയൻറ്റ് ഒരേ സ്വീവറിന് 2 ഗ്രേഡിയൻറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് ഒരു പക്ഷേ ഡൗട്ട് വരാം. അതായത് ഇപ്പോൾ നമ്മളൊരു സ്വീവറിൽ കംപ്ലീറ്റ്ലി ഫ്ലോയിങ് ആണ് അല്ലേ, റണ്ണിങ് ഫുൾ എന്നുള്ള കണ്ടീഷനിലാണെങ്കിൽ അതിൽ സെൽഫ് ക്ലെൻസിങ് ഫ്ലോ പാർഷ്യൽ ഡെപ്തിൽ വരുന്ന കേസിൽ അതേ സ്റ്റീപ്പ് ഗ്രേഡിയൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം ക്യാപിറ്റൽ S എന്ന് പറഞ്ഞ കുറച്ച് സ്റ്റീപ്പ് ഗ്രേഡിയൻ്റ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പം അതന്നെ സെൽഫ് ക്ലെൻസിങ് ഫ്ലോയിൻ്റെ കേസിലേക്ക് വരുമ്പോൾ പാർഷ്യൽ ഡെപ്ത് ഫ്ലോയും കൂടെ ആണെങ്കിൽ അത്ര തന്നെ ഗ്രേഡിയൻറ്റ് അതിന് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം അതിന് ഗ്രേഡിയൻറ്റ് കുറച്ച് കൊടുത്താൽ മതി അവിടെ. സോ അപ്പം അവിടുത്തെ ഗ്രേഡിയൻ്റാണ് എന്ത്, SS എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. വെറും ക്യാപിറ്റൽ S എന്ന് പറയുന്നത് റണ്ണിങ് ഫുൾ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എല്ലാ കേസിലും ക്യാപിറ്റൽ ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത് എല്ലാം എന്താണ്, അത് റണ്ണിങ് ഫുൾ എന്നുള്ള കണ്ടീഷനിൽ വരുന്ന ടേംസ് ആയിരിക്കും. അപ്പം ഇവിടെ ക്യാപിറ്റൽ S എന്താണ്, അതേപോലെ ക്യാപിറ്റൽ R എന്താണ്, അതെല്ലാം റണ്ണിങ് ഫുള്ളിൻ്റെ കേസിലുള്ള ടേംസ് ആണ്. SS എന്ന് പറയുമ്പോൾ ഒരു S എന്നുള്ള ഒരു സബ്സ്ക്രിപ്റ്റും കൂടെ കൊടുക്കുന്നുണ്ട് ടേംസിലെങ്കിൽ അതെന്താണെന്നറിയോ, സെൽഫ് ക്ലെൻസിങ് ഫ്ലോയിലുള്ള പാർഷ്യൽ ഡെപ്ത് കേസിലുള്ള പാരാമീറ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ SS/S എന്നുള്ള റിലേഷൻ അല്ലെങ്കിൽ ആ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, R/R. അതായത് ഹൈഡ്രോളിക് മീൻ ഡെപ്തിൻ്റെ റേഷ്യോ ആണല്ലോ അത്. സോ ആ റേഷ്യോ മനസ്സിലായല്ലോ, SS/S ക്യാപിറ്റൽ R/R. ആ ക്യാപിറ്റൽ R എന്താണ്, ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഫോർ റണ്ണിങ് ഫുൾ കണ്ടീഷൻ. അതേ സെയിം സ്വീവറിൻ്റെ പാർഷ്യൽ ഡെപ്ത് കണ്ടീഷനിലുള്ള ഹൈഡ്രോളിക് മീൻ ഡെപ്താണ് സ്മോൾ r. സോ ഇതാണ് ഒരു റിലേഷൻ പറയുന്നത്. ഇനി നമുക്ക് വെലോസിറ്റിയുടെ റിലേഷൻ ഇതുപോലെ തന്നെ നമുക്ക് കാണാം, VS/V=N/N ഇൻറ്റു R/R ഹോൾ റേസ് ടു 1/6. ഈ റിലേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, V കണ്ടുപിടിക്കാം. അതായത് ഇവിടുത്തെ ക്യാപിറ്റൽ V എന്ന് പറയുന്നത് റണ്ണിങ് ഫുൾ കണ്ടീഷനിലുള്ള വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്. അവിടുത്തെ VS എന്ന് കാണിച്ചിട്ടുള്ളത് സെൽഫ് ക്ലെൻസിങ് ഫ്ലോയിലുള്ള പാർഷ്യൽ ഡെപ്ത് കേസ് വരുമ്പോൾ അവിടുത്തെ വെലോസിറ്റിയാണ് എന്ത്, വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ് VS എന്ന് പറയുന്നത്. അപ്പം എന്നും സ്മോൾ എന്നൊക്കെ നമുക്കറിയാലോ. മിക്കവാറും കേസിൽ റിവേഴ്സിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താണ്, സെയിം എന്നായിരിക്കും, ഡിഫറൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ റിലേഷൻസ് കൊടുത്തു കഴിയുമ്പോൾ മിക്കവാറും ക്യാപിറ്റൽ എന്നും സ്മോൾ എന്നും ക്യാൻസൽ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയറായി ഇക്വേഷനൊക്കെ മാറും. ഓക്കെ, പിന്നെ അത് നേരെ ഹൈഡ്രോളിക് മീൻ ഡെപ്തിൻ്റെ റേസ് ടു 1/6 എന്നുള്ള റേഷ്യോയിലാണ് വെലോസിറ്റിയുടെ റേഷ്യോ വരുന്നത്. ഇനി ഇതുപോലെ തന്നെ സെൽഫ് ക്ലെൻസിങ് ഫ്ലോയുടെ ഡിസ്ചാർജിൻ്റെ റിലേഷൻ പറയുകയാണെങ്കിൽ QS/Q=N/N ഇൻറ്റു A/A ഇൻറ്റു R/R ഹോൾ റേസ് ടു 1/6. അതായത് QS എന്ന് പറയുന്നത് എന്താണ്, സെൽഫ് ക്ലെൻസിങ് ഫ്ലോയുടെ ഡിസ്ചാർജാണ് QS. ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് റണ്ണിങ് ഫുൾ എന്നുള്ള കേസിൽ വരുന്ന ഡിസ്ചാർജാണ്. അപ്പം എന്ത് ചെയ്യാം, നമുക്കറിയാം ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണല്ലോ. സോ നമുക്ക് വെലോസിറ്റിയുടെ റിലേഷൻ ഓൾറെഡി നമ്മൾ സെക്കൻഡ് റിലേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. അതിലേക്ക് എന്ത് ചെയ്താൽ മതി, ഏരിയയുടെ ആ പ്രൊപ്പോർഷനേറ്റ് ഏരിയയും കൂടി ഇൻറ്റു ചെയ്ത് കൊടുത്താൽ നമുക്ക് ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ ഒരു 3 റിലേഷൻസും കൂടെ എല്ലാവരും പഠിച്ചു വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും ക്വസ്റ്റ്യൻ ഈ ഒരു ടൈപ്പിലായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. 10 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് സെൽഫ് ക്ലെൻസിങ് ഫ്ലോയുടെ ടൈപ്പായിരിക്കും മിക്കവാറും തരുന്നുണ്ടാവുക. സോ ഈ റിലേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് ആൽഫ വെച്ചിട്ടുള്ള കുറേ റിലേഷൻസ് മുന്നേ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. അത് വെച്ചിട്ട് വേണം നമുക്ക് ചിലപ്പോൾ നമുക്കത് വെച്ചിട്ടായിരിക്കും ഇതിലേക്ക് നമുക്ക് ചെയ്യാനായിട്ട് വരിക. സോ നമുക്കത് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് അടുക്കാം.
ഓക്കെ, അപ്പം ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. Determine the size of a circular sweaver for a discharge of 600 liters per second running half full. Assume S is equal to 0.0001 and N equal to 0.015. അതായത് ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതായത് എന്താണ്, സർക്കുലർ സ്വിവറാണ് തന്നിട്ടുണ്ട്, സൈസ് തന്നിട്ടില്ല അല്ലേ. നമ്മളൊരു സൈസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സൈസ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഇൻ ദ സെൻസ് എന്താണ്, അവിടുത്തെ ഡയമീറ്റർ എത്രയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം തന്നിട്ടുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡിസ്ചാർജ് 600 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് റണ്ണിങ് ഫുൾ അല്ല, ഹാഫ് ഫുള്ളാണ് അല്ലേ. അതായത് എത്രയാണോ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഡയമീറ്റർ അതിൻ്റെ ഹാഫ് ഡെപ്ത് വരെ മാത്രമേ ഫ്ലോ നടക്കുന്നുള്ളൂ. ആ ടൈമിലുള്ള അവിടുത്തെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് 600 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ഈ സ്വീവറിൻ്റെ ഗ്രേഡിയൻറ്റ് തന്നിട്ടുണ്ട് എസ്, അതുപോലെ തന്നെ അതിൻ്റെ റിവേഴ്സിറ്റി കോഎഫിഷ്യൻറ്റ് എന്നിൻ്റെ വാല്യൂം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഇവിടുത്തെ ഡയമീറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പിക്ചറിൽ നോക്കാം. അതായത് ഇതാണ് സർക്കുലർ സ്വീവർ. ഓക്കെ, തന്നിട്ടുള്ള സർക്കുലർ സ്വീവർ ഇതാണ് അസ്യൂം ചെയ്യുക. അപ്പം ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, ഹാഫ്, അതിൻ്റെ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് അതിൻ്റെ ഡയമീറ്ററിൻ്റെ ഹാഫ് ഡെപ്തിലാണ് എന്തുള്ളത്, ഇതിൻ്റെ ഫ്ലോ നടക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ആൽഫ നമുക്ക് ഇതിൽ നിന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാവും അല്ലേ. അത് കാരണം എന്താണ്, ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഡയമീറ്ററിൻ്റെ ഹാഫ് ഡെപ്തിൽ എന്തുണ്ട്, ഫ്ലോ നടക്കുന്നുണ്ട്, സ്മോൾ ഡി അല്ലേ. അപ്പോൾ അവിടുത്തെ ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ എന്താണ്, ആംഗിൾ സബ്റ്റൻഡഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ, ആൽഫ. അതായത് ആ ഫ്ലോയുടെ മേലത്തെ ലൈൻ, ടോപ്പ് ലൈനിൻ്റെ രണ്ട് പോയിന്റിൽ നിന്നും സെൻറ്ററിലേക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ. ഇപ്പോൾ നോക്കൂ, ഈ ഒരു സെൻറ്റർ പോയിൻറ്റും ഈ ഒരു ടോപ്പ് ഫ്ലോ ലൈനും ഒരുമിച്ചാണ് അല്ലേ, കോയിൻസൈഡ് ചെയ്ത് പോവുകയാണ്. അപ്പം അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്, ആംഗിൾ സബ്റ്റൻഡഡ് എന്ന് പറയുന്നത് എന്താണ്, 180 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇത് റണ്ണിങ് ഹാഫ് ഫുൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഫിഗറിൽ നിന്നും ആൽഫ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് എളുപ്പമായി, കാരണം ആൽഫക്ക് നമുക്ക് വേറെ കണ്ടുപിടിക്കാൻ പോകേണ്ട കാര്യമില്ല. ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നേരെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഇങ്ങനെയല്ല, റണ്ണിങ് ഹാഫ് ഫുള്ളിന് പകരം വേറെ രീതിയിലൊക്കെ തരാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആൽഫ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് തരുന്നറിയോ, ഹാഫ് ഫുള്ളിന് പകരം നമുക്ക് എന്തെങ്കിലും ഒരു 2/3 അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 0.3 റേഷ്യോ D/D = 0.3 ആ രീതിയിലായിരിക്കും തരിക. ആ രീതിയിൽ തരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് നമുക്ക് ആൽഫ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം D/D റിലേഷൻ നമുക്കറിയാമല്ലോ, ആൽഫ വെച്ചിട്ടുള്ള റിലേഷൻ നമുക്കറിയാം. സോ D/Dക്ക് നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും, ആൽഫ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലത്തിൽ നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു പ്രോബ്ലം സിമ്പിൾ ആയിട്ടുള്ളതാണ്. അതായത് ആൽഫ ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് തന്ന ഡാറ്റ എന്തൊക്കെ എഴുതിയെടുക്കാം, D/D = ഹാഫ് അല്ലേ. D/D അതായത് റണ്ണിങ് ഹാഫ് ഫുൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, D/D റേഷ്യോ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ ഇറ്റ്സ് സ്മോൾ ഡി എന്ന് പറയുന്നത് അതിൻ്റെ ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്, ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ സ്വീവർ ആണ്. സോ റേഷ്യോ ബിറ്റ്വീൻ D ആൻഡ് D എന്ന് പറയുന്നത് ഹാഫ് ആണ്. ഓക്കെ, അത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ D/D = ഹാഫ് എന്നുള്ളതിൽ ഈ ആൽഫാൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഇങ്ങനെ ഫിഗറിൽ കാണിക്കുന്ന പോലെ കാണണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, D/Dയുടെ റിലേഷൻ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഹാഫ് × 1 - cos α/2 റൈറ്റ്. ഓക്കെ, അപ്പം ആ ഒരു റിലേഷനിൽ D/Dൻ്റെ സ്ഥാനത്ത് 0.5 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്നും ആൽഫ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 180 തന്നെ കിട്ടും. ഓക്കെ, ആ രീതിയിലും കണ്ടുപിടിക്കാം, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി തന്നിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കൂ. Q = 600 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. നമുക്ക് എന്ത് ചെയ്യണം, ലിറ്റേഴ്സിനെ മീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. അതിനെ /1000 ചെയ്താൽ മതി. അപ്പം ഇങ്ങനത്തെ യൂണിറ്റ് കൺവേർഷൻസ് ഒക്കെ എല്ലാവരും വളരെ ബൈഹാർട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പെട്ടെന്നൊക്കെ ഓർത്ത് വേഗം ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇതിന് ഒരുപാട് ടൈം കളഞ്ഞു പോകരുത് ഈ യൂണിറ്റ് കൺവേർഷനിലൊന്നും. അപ്പം ലിറ്റേഴ്സിനെ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യാൻ /1000 ചെയ്താൽ മതി. അപ്പം എന്ത് കിട്ടും, 0.6 m³/s. പിന്നെ നമുക്കറിയാം ഈ m³/s എന്നുള്ളൊരു യൂണിറ്റിന് നമ്മൾ ക്യുമക് എന്ന് പറയും അല്ലേ. നമ്മൾ നേരത്തെ വേറെ പേപ്പറിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും ഈ ഒരു യൂണിറ്റ് ക്യുമക് എന്ന് പറയുന്നത് റൈറ്റ്. അപ്പോൾ അധികം നമ്മൾ ക്യുമക് എന്നൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ക്യുമക് ആയിരിക്കും കാണാൻ ചാൻസ് ഉണ്ടാവാം. സോ ക്യുമക് എന്താണ്, ഒന്നുമല്ല m³/s പറയുന്ന മറ്റൊരു പേരാണ് ക്യുമക്. ഓക്കെ, അപ്പം 0.6 ക്യുമക് ആണ് നമ്മളുടെ ക്യൂ എന്നും തന്നിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സൊല്യൂഷനിലേക്ക് പോവാം. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് മെയിൻ ഡാറ്റ ഡിസ്ചാർജിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഡിസ്ചാർജ് Q = A × B. ഇവിടെ എല്ലാം സ്മോൾ ലെറ്ററിലാണ് കാണിച്ചിട്ടുള്ളത്. എന്താ കാരണം, നമ്മളിപ്പോൾ പാർഷ്യൽ ഡെപ്തിൻ്റെ ഫുൾ ഫ്ലോയിങ്ങിൻ്റെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഹാഫ് ദ ഡെപ്തിൽ ഫ്ലോ ചെയ്യുന്ന കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ സ്മോൾ Q = ഏരിയ × വെലോസിറ്റി. സോ നമുക്ക് ഏരിയയുടെ റിലേഷൻ നമുക്കറിയാം അല്ലേ.
പൈ ഡി സ്ക്വയർ ബൈ 4 ഇൻറ്റു ആൽഫ ബൈ 360 മൈനസ് സൈൻ ആൽഫ ബൈ 2π. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആൽഫയുടെ വാല്യൂ അറിയാലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ആൽഫ ഇസ് ഇക്വൽ ടു 180 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ 180 0 അല്ലേ. സോ സൈൻ ആൽഫ ബൈ 2π എന്നുള്ള ടേം കട്ടായി പോയി. പിന്നെ വരുന്നത് ആൽഫ ബൈ 360. അതിൽ ആൽഫയ്ക്ക് 180 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 180 ബൈ 360 എന്ന് പറയുന്നത് ഹാഫ് എന്ന് കിട്ടും അല്ലേ, 1/2 എന്ന് കിട്ടും. അപ്പോൾ അത് പുറത്ത് ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള പൈ ഡി സ്ക്വയർ ബൈ 4 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും എന്നറിയാം, പൈ ഡി സ്ക്വയർ ബൈ 8. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ ടേംസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കുന്ന രീതിയിൽ നമുക്കിതിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് അല്ലേ, ഒരുപാട് ടൈം എടുക്കും. സോ ഞാനിതിൽ ഉദ്ദേശിക്കുന്നത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഫോർമുല തരും, ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം, ചിലതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാൽക്കുലേഷൻ പാർട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് ഇതിൻ്റെ നോട്ട്ബുക്കിൽ ഇതിന് സ്റ്റാർട്ടിങ് തൊട്ട് എല്ലാ ടേമും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക. അത് എഴുതിയിട്ട് തന്നെ പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഓരോ കാൽക്കുലേഷൻസും നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് പറയുന്ന ആൻസർ അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ആൽഫയുടെ വാല്യൂ 180 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ഏരിയയുടെ റിലേഷൻ എന്ന് പറയുന്നത് പൈ ഡി സ്ക്വയർ ബൈ 8 എന്ന് കിട്ടും. റൈറ്റ്. ഓക്കെ, അപ്പം ഇതിൽ ക്യാപിറ്റൽ ഡി നമുക്ക് എന്താണ്, അൺനോൺ ആണ് അല്ലേ. ഡി എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്, അതായത് ഡയമീറ്റർ ഓഫ് ദ സ്വീവറാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ്, അത് അവിടെ നിൽക്കട്ടെ. പിന്നെ ഡിസ്ചാർജിൽ മറ്റ് ടേം വരുന്നത് വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ റിലേഷൻ നമുക്കറിയാം അല്ലേ, മാനിങ്സ് ഇക്വേഷൻ എന്താണ്, v is equal to 1/n r⁻²/3 s⁻². ഇതിൽ നമുക്ക് എന്താണ് വിയുടെ റിലേഷനും കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ചാർജിൻ്റെ ക്യൂവിൻ്റെ ഇക്വേഷനിൽ രണ്ടും കൊടുക്കാം. അപ്പം ഏരിയയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു, പൈ ഡി സ്ക്വയർ ബൈ 8 കൊടുക്കുന്നു. വെലോസിറ്റിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, 1/n r⁻²/3 s⁻². ഓക്കെ, അപ്പോൾ നമുക്ക് എസ് നമുക്കിതിൽ നോൺ ആണ് അല്ലേ. സ്മോൾ ലെറ്റർ എൻ എന്താണ്, റിവേഴ്സിറ്റി കോഎഫിഷ്യൻ നമുക്കറിയാവുന്നതാണ്. നമുക്കറിയാത്ത കാര്യം ഡി മാത്രമേ ഉള്ളൂ. പിന്നെ ആർ നമുക്ക് അറിയാലോ, നേരത്തെ കണ്ടുപിടിക്കാമല്ലോ. കാരണം എന്താണ്, ആറിന് റിലേഷൻ ഉണ്ട് അല്ലേ. ആറിൻ്റെ റിലേഷൻ എന്താണ്, d/4 × 1 - 360 sin alpha by 2π alpha അല്ലേ. ഇത് റണ്ണിങ് ഫുൾ എന്നുള്ള കേസാണെങ്കിൽ എന്താണ്, ക്യാപിറ്റൽ ആർ എന്തായിരുന്നു, വെറും d/4 ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, ക്യാപിറ്റൽ d/4 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് റണ്ണിങ് ഫുൾ അല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാഫ് ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിലേഷൻ എന്താണ്, d/4 × 1 - 360 sin alpha by 2π alpha. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ആൽഫക്ക് 180 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടും, sin alpha 0 ആയതുകൊണ്ട് ആ ടേം എല്ലാം പോയി നമുക്ക് d/4 തന്നെ കിട്ടുമല്ലേ. ആർ ഇക്വൽ d/4 തന്നെയാണ്. സോ ആർ ഇക്വൽ d/4 കൂടെ നമുക്ക് ഈ ക്യൂയുടെ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഡി മാത്രം അവിടെ നിൽക്കട്ടെ, ബാക്കി എല്ലാ ടേംസും നമുക്ക് നോൺ വാല്യൂസ് ആണ്. അപ്പോൾ നോൺ വാല്യൂസ് എല്ലാം കൊടുക്കാം. നമ്മൾ ക്യൂ നേരത്തെ കണ്ടുപിടിച്ചു 0.6 ക്യൂമക്ക്, അത് കൊടുത്തു. ബാക്കി എല്ലാ ടേംസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടുമെന്നറിയോ, 5.78 is equal to d⁻8/3. ഓക്കെ, d⁻8/3 is equal to 5.78 എന്ന് കിട്ടും. സോ അതിൽ നിന്ന് നമ്മൾ d is equal to എന്ത് കണ്ടുപിടിക്കുന്നു, 1.93 meters എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിസ്ചാർജ് പ്രകാരം ഹാഫ് ഫുൾ റൺ ചെയ്യുന്ന ഒരു സ്വീവർ ഡിസൈൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ എത്ര വേണം, മിനിമം ഒരു 1.93 meters എങ്കിലും എന്ത് വേണം, അതിൻ്റെ ഡയമീറ്റർ വേണം. സോ ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. നമുക്ക് ഡിസ്ചാർജ് തന്നിട്ട് ഡിസൈൻ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളത്. മേ ബി നമ്മളോട് ഡയമീറ്റർ തന്നിട്ട് ഡിസ്ചാർജ് എത്ര കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം, അങ്ങനത്തെ രീതിയിലൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ അടുത്ത് ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം നമ്പർ 2. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം എല്ലാവരും. എ 300 mm dia sweeper is to flow at 0.3 depth on a grade ensuring a degree of self-cleansing equivalent to that obtained at full depth at a velocity of 0.9 meters per second. Find required grade, associated velocity and rate of discharge at this depth. Assume Manning's reversity coefficient as 0.013. The variation of n with depth can be neglected. ഓക്കെ, ഇപ്പം ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കണ്ട് ആരും പേടിക്കേണ്ട, സിമ്പിളാണ്, നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ അടുത്ത് ഒരുപാട് ഇക്വേഷൻസ് ഉള്ളത് കൊണ്ട് നമുക്കിത് വെച്ച് നമുക്ക് ചെയ്യാം. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണുള്ളത്. ഓക്കെ, നോക്കൂ. ഫസ്റ്റ് പോയിന്റ്, ഡിഗ്രി ഓഫ് സെൽഫ് ക്ലെൻസിങ്. ഓക്കെ, നമ്മളിതിൽ സെൽഫ് ക്ലെൻസിങ് എന്നുള്ള കണ്ടീഷനാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് റിലേഷൻസ് ഉണ്ടല്ലോ, അതാണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഓക്കെ, സെൽഫ് ക്ലെൻസിങ് ആണ്. സോ അത് നമുക്കറിയാം, അടുത്ത് ഗ്രേഡിയൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഫുള്ളി റണ്ണിങ് ചെയ്യുമ്പോഴുള്ള ഗ്രേഡിയൻ്റ് അല്ല ഈ ഒരു പാർഷ്യലി ഡെപ്ത്
പാർഷ്യൽ ഡെപ്തിൽ ഫ്ലോ ചെയ്യുന്ന ഗ്രേഡിയൻറ്റും ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലായി അല്ലേ. SS/S എന്നുള്ള റിലേഷൻ ഇവിടെ യൂസ് ചെയ്യണമെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് 0.3 ഡെപ്ത് എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരാം 0.3 ഡെപ്ത്. ഇത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 0.3 മീറ്റേഴ്സ് എന്നുള്ള കേസ് അല്ല കേട്ടോ. അതായത് 0.3 ഡെപ്ത്, 0.3ൻ്റെ കൂടെ യൂണിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, മീറ്റേഴ്സ് എന്നോ ഒന്നും യൂണിറ്റ് പറയാതെ ഡെപ്ത് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അതായത് ഇവിടെ എന്താ തന്നിട്ടുള്ളത്, പ്രൊപ്പോർഷനേറ്റ് ഡെപ്താണ് തന്നിട്ടുള്ളത് 0.3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആരും കൺഫ്യൂസ്ഡ് ആവരുത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുമ്പോൾ ഇവിടെ സ്മോൾ d = 0.3 എന്നാണെന്ന് വിചാരിക്കരുത്. 0.3 ഡെപ്ത് എന്ന് പറഞ്ഞാൽ അതായത് യൂണിറ്റ് ഒന്നും ഇല്ലാതെ 0.3 ഡെപ്ത് അല്ലെങ്കിൽ 0.2 ഡെപ്ത്, 0.5 ഡെപ്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടുത്തെ പ്രൊപ്പോർഷനേറ്റ് ഡെപ്താണ്. അതായത് d/d റേഷ്യോ ആണ് 0.3 എന്ന് തന്നിട്ടുള്ളത്. അതിൻ്റെ ഡയമീറ്ററും അല്ല സ്മോൾ ഡിയും അല്ല, d/d റേഷ്യോ ആണ് 0.3. അപ്പം ഇതേപോലെ ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. ആ റേഷ്യോ ആണ് വാല്യൂ ആണ് തന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള ഡാറ്റ നമുക്ക് എടുത്തെഴുതാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, 300 mm ഡയമീറ്റർ ഉള്ളൊരു സ്വീവറാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 300 mm എന്ന് പറയുന്നത് 0.3 മീറ്റേഴ്സ് ആക്കി എടുത്തു. അപ്പോൾ നമ്മൾ d/d റേഷ്യോയും 0.3 ആണ്, ക്യാപിറ്റൽ ഡിയും 0.3 ആണ്. അപ്പോൾ അതൊന്നും കൺഫ്യൂസ്ഡ് ആവരുത്. കാരണം d 0.3 ആണ്, പിന്നെ സ്മോൾ ഡിയും 0.3 ആണെങ്കിൽ റണ്ണിങ് ഫുൾ അല്ലേ എന്നുള്ള ഡൗട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നത് 0.3 ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, റേഷ്യോ ആണ് കേട്ടോ, d/d എന്നുള്ള റേഷ്യോ ആണ്. സോ ക്യാപിറ്റൽ D 0.3 മീറ്റേഴ്സ് എന്ന് തന്നു. പിന്നെ തന്നിട്ടുള്ള റണ്ണിങ് ഫുൾ എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ വെലോസിറ്റി 0.9 മീറ്റേഴ്സ്/സെക്കൻഡ് ആണ്, അതും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ V = 0.9 മീറ്റർ/സെക്കൻഡ് ഫുള്ളി ഫ്ലോ ചെയ്യുന്ന സമയത്തുള്ള കണ്ടീഷനാണ്. വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ് 0.9 മീറ്റർ/സെക്കൻഡ്. ഞാൻ അതുകൊണ്ടാണ് അത് ക്യാപിറ്റൽ V ആയിട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ d/d റേഷ്യോ 0.3 ഞാൻ തന്നിട്ടുണ്ട്. റിഗോസിറ്റി കോഎഫിഷ്യൻറ്റ് n = 0.013 തന്നിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണ്, ഡെപ്തിനനുസരിച്ച് എന്നിൻ്റെ വാല്യൂ വാരി ചെയ്യുന്നില്ല. അതായത് എന്നും സ്മോൾ എന്നും ഒക്കെ എന്താണ്, സെയിം തന്നെയാണ് അർത്ഥം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ n/n എന്നുള്ള റിലേഷൻ നമുക്ക് കട്ടായി പോകും. സ്മോൾ n ബൈ ക്യാപിറ്റൽ n എന്നുള്ള ടേംസ് ഒക്കെ വരുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് സെയിം വാല്യൂ വരുമ്പോൾ നമുക്കത് കട്ടായി പോകും. അപ്പം അത് മിക്കവാറും ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ ആയിരിക്കും, ഡെപ്തിനനുസരിച്ച് n വാല്യൂ വാരി ചെയ്യുന്നില്ല എന്ന് തന്നെ അവർ പ്രത്യേകം പറയും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഗ്രേഡ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കണം. അതായത് ഈ ഒരു കണ്ടീഷനിൽ ഇത് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റിയിൽ പാർഷ്യൽ ഡെപ്തിൽ ഫ്ലോ ചെയ്യുകയാണ്. മേലെ തന്നിട്ടുള്ള ഡാറ്റ എല്ലാം എന്താണ്, അതിൻ്റെ കംപ്ലീറ്റ്ലി ഫ്ലോയിങ് അല്ലേ, ഫുള്ളി ഫ്ലോയിങ്ങിൻ്റെ കേസാണ് തന്നിട്ടുള്ളത്. ഇതേ സ്വീവർ സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റിയിൽ പാർഷ്യൽ ഡെപ്തിൽ ഒരു 0.3 റേഷ്യോയിൽ അല്ലേ, 0.3 പ്രൊപ്പോർഷനേറ്റ് ഡെപ്തിൽ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന അതിൽ കൊടുക്കേണ്ട ഗ്രേഡിയൻ്റ് എത്രയാണ്, SS എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ കറക്റ്റ് മനസ്സിലാക്കാം കേട്ടോ. അതുപോലെ തന്നെ ആ ടൈമിൽ ഉണ്ടാവുന്ന അതിൻ്റെ വെലോസിറ്റി, മേലെ തന്നിട്ടുള്ള വെലോസിറ്റി റണ്ണിങ് ഫുള്ളിൻ്റെ കേസാണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റിയിൽ 0.3 പ്രൊപ്പോർഷനേറ്റ് ഡെപ്തിൽ ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വെലോസിറ്റി എത്രയാണ്, VS, അതായത് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി എത്രയെന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ടൈമിലുള്ള റേറ്റ് ഓഫ് ഡിസ്ചാർജും കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ Q അല്ല, സ്മോൾ Qവും കണ്ടുപിടിക്കണം. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഫൈനലായിട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, ഫസ്റ്റ് നമുക്ക് കുറച്ച് 2 കാര്യങ്ങൾ നമുക്ക് ആദ്യം മനസ്സിലാക്കിയെടുക്കണം. അതായത് നമ്മൾ ചോദിച്ചിട്ടുള്ളത് പാർഷ്യലി ഫ്ലോയിങ്ങിൻ്റെ കേസാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, അത് കണ്ടുപിടിക്കാൻ അതിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് എന്ത് വേണ്ടി വരും, റണ്ണിങ് ഫുള്ളിൻ്റെ കേസിലുള്ള ഗ്രേഡിയൻ്റ് തന്നിട്ടില്ല, ഡിസ്ചാർജും തന്നിട്ടില്ല, അത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അതായത് ക്യാപിറ്റൽ വിയുടെ റിലേഷൻ അല്ലെങ്കിൽ നമുക്ക് മറ്റ് റിലേഷനിലൊക്കെ നമ്മളുടെ ക്യാപിറ്റൽ S എന്നുള്ള ടേമും ക്യാപിറ്റൽ Q എന്നുള്ള ടേമും നമ്മളുടെ റിലേഷൻസിലൊക്കെ ഉണ്ടായിരുന്നു. സോ നമുക്ക് അത് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ റണ്ണിങ് ഫുൾ എന്നുള്ള കേസ് നമുക്ക് ഇൻ കേസ് ഈ തന്നിട്ടുള്ള ബ്ലാക്ക് കളറിൽ തന്നിട്ടുള്ള ഡാറ്റ പ്രകാരം ആ ഒരു സിറ്റുവേഷൻ പ്രകാരം അവിടുത്തെ എസ് ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കുക, അവിടുത്തെ ഡിസ്ചാർജും ഫസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഫോർ റണ്ണിങ് ഫുൾ എന്നുള്ള കണ്ടീഷൻ എടുക്കുന്നു. അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് എഴുതണം, ആൻസർ പേപ്പറിൽ അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. കാരണം റണ്ണിങ് ഫുൾ എന്നുള്ള കേസ് ആകുമ്പോഴാണ് നമ്മൾ ഈ വാല്യൂസ് ഒക്കെ എടുക്കുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ ഡിനോട്ട് ചെയ്യുന്നത്. പാർഷ്യൽ ഫ്ലോൻ്റെ കേസിൽ വരുമ്പോൾ നമ്മളെല്ലാം സ്മോൾ ലെറ്ററും ആക്കും, വാല്യൂസ് എല്ലാം ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ഏതാണോ എടുക്കുന്ന വാല്യൂസ് അത് ഇതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ടായിരിക്കണം. റണ്ണിങ് ഫുള്ളാണോ അല്ലെങ്കിൽ പാർഷ്യലി ഫ്ലോ ആണോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ റണ്ണിങ് ഫുള്ളിൻ്റെ കേസിൽ മാനിങ്സ് ഇക്വേഷൻ V = 1/n r⁻²/3 s⁻²² ആണല്ലോ. അപ്പോൾ നമുക്കിതിൽ എന്തെല്ലാം അറിയാവുന്ന ടേംസ് എല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും,
ആർ എന്ന് പറയുന്നത് റണ്ണിങ് ഫുൾ ആകുമ്പോൾ നമുക്കറിയാം d/4 ആണ്. d തന്നിട്ടുണ്ട് ഓൾറെഡി. സോ 0.3/4 ആണ് ആറിൻ്റെ വാല്യൂ. നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വി നമുക്കറിയാം 0.9 m/s തന്നിട്ടുണ്ട്. എന്നിൻ്റെ വാല്യൂ തന്നിട്ട് കൊടുത്തു. ആറിൻ്റെ സ്ഥാനത്ത് 0.3/4 കൊടുത്തു. ഹോൾ റേസ്ഡ് 2/3. നമുക്കിതിൽ അറിയാത്ത ടേം എസ് ആണ്. സോ എസിന് അങ്ങനെ തന്നെ കൊടുത്തു, s⁻². ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എസിൻ്റെ വാല്യൂ 4.328 × 10⁻³ എന്ന് കിട്ടും. എല്ലാവരും ചെയ്ത് നോക്കുക, ഇത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, 4.328 × 10⁻³ എന്നാണ് എസിൻ്റെ വാല്യൂ കിട്ടുക. നമുക്കത് എന്ത് ചെയ്യാം, 1 എന്നുള്ള അങ്ങനെ എഴുതാമല്ലോ. എസ് ഗ്രേഡിയൻറ്റ് സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ എഴുതുക. സോ ആ രീതിയിൽ നമുക്കതിനെ മാറ്റാം. എസ് ഇസ് ഇക്വൽ ടു, അതായത് നേരെ റെസിപ്രോക്കൽ എടുക്കാം. 4.328 × 10⁻³ നമ്മൾ എന്ത് ചെയ്യുക, 1/4.328 എന്ന രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, 231.052 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അതിന് എന്താക്കിയിട്ട് എഴുതാം, 1/231.052 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. അതായത് നമ്മൾ ക്വസ്റ്റ്യനിലൊക്കെ സാധാരണ കാണാറുണ്ടാവും ഗ്രേഡിയൻറ്റ് ഓഫ് 1/231, 1/400 എന്നൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ജസ്റ്റ് അതിനെ മാറ്റി, ആ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയതാണ് 1/231.052. അപ്പോൾ നമുക്ക് എസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ റണ്ണിങ് ഫുള്ളിൻ്റെ കേസിലുള്ള ഡിസ്ചാർജും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് സെയിം ഡാറ്റ ഒക്കെ അവിടെ തന്നെ ഉണ്ട്. റണ്ണിങ് ഫുള്ളിൻ്റെ കേസിൽ നമ്മുടെ ക്യൂ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാൻ, ഏരിയ ഇൻറ്റു വെലോസിറ്റി ചെയ്താൽ മതി. കാരണം നമ്മൾക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഡയമീറ്റർ ഉണ്ട്. വെലോസിറ്റി നമ്മൾ നേരത്തെ വെലോസിറ്റിയും തന്നിട്ടുണ്ട്. സോ നമുക്ക് അവിടുത്തെ ക്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമായല്ലോ. സോ ഏരിയ എന്ന് പറയുന്നത് π/4 d² ആണ്. ഡിയുടെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട് 0.3 ആണ്. പിന്നെ വി നമുക്ക് തന്നിട്ടുണ്ട് 0.9. എല്ലാ വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ലാസ്റ്റ് റണ്ണിങ് ഫുള്ളിൻ്റെ കേസിലുള്ള ഡിസ്ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുമെന്നറിയോ, 0.0636 m³ എന്ന് കിട്ടും. ഓക്കെ, അപ്പം ക്ലിയർ ആയല്ലോ. 0.0636 m³ അല്ല, m³/s ആണ്, ക്യൂമക്കാണ് ആക്ച്വലി. 0.0636 ക്യൂമക്ക് എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഡാറ്റ നമുക്ക് ക്വസ്റ്റ്യൻ തന്നത് പ്രകാരം നമുക്ക് കിട്ടി. ഇനിയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാർഷ്യൽ ഫ്ലോ കണ്ടീഷന് മുകളിൽ എഴുതി കൊടുക്കണം. നമ്മളുടെ കേസിലേക്ക് വരാം. നമ്മൾക്ക് പാർഷ്യൽ ഫ്ലോ കണ്ടീഷനിൽ നമുക്ക് തന്നിട്ടുള്ളതാണ് പ്രൊപ്പോർഷനേറ്റ് ഡെപ്ത് തന്നിട്ടുണ്ട് 0.3 ആണെന്നല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, നമ്മൾക്കിപ്പം ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളതെന്നുള്ള ധാരണ എന്തായാലും ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ക്യാപിറ്റൽ എസ്സും ക്യാപിറ്റൽ ക്യൂവും കണ്ടുപിടിച്ച്, കാരണം നമ്മളുടെ ഫൈനൽ റിലേഷൻസ് ആദ്യം എഴുതി വെക്കണം. നമ്മൾ കണ്ടുപിടിക്കാനുള്ള ടേംസ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെയൊക്കെ റിലേഷൻ എന്താണെന്നുള്ളത്, ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷൻ എന്താണെന്നുള്ളത് അവിടെ എഴുതി വെക്കുക. സോ അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ഐഡിയ കിട്ടും. കാരണം ഏതൊക്കെ ടേംസ് കണ്ടുപിടിച്ച് വരണം നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഏതൊക്കെ സംഭവങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം നമുക്കൊരു ധാരണ കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഫ്ലോ നമുക്ക് മനസ്സിലേക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആ റിലേഷനിലൊക്കെ നമുക്കറിയാം പ്രൊപ്പോർഷനേറ്റ് ഡെപ്ത് a/a കണ്ടുപിടിക്കാൻ ആവശ്യമുണ്ട് അല്ലേ. അതുപോലെ തന്നെ ആ റിലേഷനിലുള്ളതാണ് q/q എന്നുള്ള റിലേഷൻ വേണം. അതുപോലെ തന്നെ r/r എന്നുള്ള റിലേഷനൊക്കെ നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം, ആൽഫ കിട്ടണം അല്ലേ. ആൽഫ കിട്ടിയാൽ നമുക്ക് ആ റിലേഷനൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആൽഫ കണ്ടുപിടിക്കാൻ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്, എന്താണ്, പ്രൊപ്പോർഷനേറ്റ് ഡെപ്ത് തന്നിട്ടുണ്ട് അല്ലേ. സോ d/d = 0.3 തന്ന സ്ഥിതിക്ക് നമുക്ക് അതിൽ നിന്നും ആൽഫ കണ്ടുപിടിക്കാമല്ലോ. കാരണം എന്താണ്, d/dയുടെ ഇക്വേഷൻ എന്താണ്, 1/2 × 1 - cos α/2 ആണ്. അപ്പോൾ നമ്മൾ d/dയുടെ സ്ഥാനത്ത് 0.3 ഇട്ട് കൊടുക്കുന്നു. ബാക്കി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫയുടെ വാല്യൂ 132.843 ഡിഗ്രീസിൽ തന്നെയാണ് ആൽഫയുടെ വാല്യൂ കൊടുക്കേണ്ടത്. കാൽക്കുലേഷൻ ഫുള്ളായിട്ട് കൊടുക്കുമ്പോഴൊക്കെ ഡിഗ്രീസിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. ആൽഫയുടെ വാല്യൂ 132.843 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്തൊക്കെ വേണം, ആ പ്രൊപ്പോർഷനേറ്റ് ഏരിയ HMD എല്ലാം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊപ്പോർഷനേറ്റ് ഏരിയ a/a കണ്ടുപിടിക്കാം. സിമ്പിളാണല്ലോ, ആൽഫ കിട്ടിയ പിന്നെ നമുക്ക് എല്ലാം സിമ്പിളാണ്. കാരണം നമ്മുടെ റിലേഷനിലെല്ലാം ആൽഫ എന്നുള്ള ടേം മാത്രമേ ഉള്ളൂ പ്രൊപ്പോർഷനേറ്റ്. കാരണം ഈ പ്രൊപ്പോർഷനേറ്റ് ഏരിയ എന്നുള്ള ആ ഒരു ടേം, പ്രൊപ്പോർഷനേറ്റ് HMD, പ്രൊപ്പോർഷനേറ്റ് ഡെപ്ത് എന്നുള്ള ആ ഒരു ടേം കാണാൻ പറയുന്നത് എന്തിനാ വെച്ചാൽ അവിടെ ആൽഫ മാത്രമേ അൺനോൺ ആയിട്ട് ആ ഒരു ഇക്വേഷനിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊരു ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം നമുക്കതിന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് a/aയുടെ റിലേഷൻ നമുക്കറിയാം. അതിൽ നമ്മൾ ആൽഫയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ആൽഫയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടുമെന്നറിയോ, a/a = 0.2523 എന്ന് കിട്ടും. ഓക്കെ, എല്ലാവരും കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം കേട്ടോ. ആൽഫ സൈൻ ആൽഫ എന്ന് പറയുമ്പോൾ സൈൻ 132.843 തന്നെ ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ α/360 എന്നുള്ളിടത്തും അതുപോലെ തന്നെ 132.843/360 തന്നെ റേഡിയൻസിലേക്ക് ഒന്നും മാറ്റാണ്ട് ഡിഗ്രീസിൽ തന്നെ ചെയ്താൽ മതി. അപ്പോൾ a/a = നമുക്ക് എന്ത് കിട്ടും, 0.2523 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, HMDയുടെ പ്രൊപ്പോർഷനേറ്റ് HMD അല്ലേ, പ്രൊപ്പോർഷനേറ്റ് ഹൈഡ്രോളിക് ഡെപ്ത് r/r. അപ്പോൾ അതിൻ്റെ റിലേഷൻ നമുക്കറിയാം. അതിലും ആൽഫ മാത്രമേ ഉള്ളൂ. ആൽഫയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വാട്ട് വി വിൽ ഗെറ്റ്, r/r = 0.683 എന്ന് കിട്ടും.
ഇനി എസ് നേരത്തെ കണ്ടുപിടിച്ചു അല്ലേ, ഇത് പ്രൊപ്പോർഷനേറ്റുകൾ എല്ലാം കണ്ടുപിടിച്ചു നമ്മൾ. പിന്നെ നേരത്തെ സ്ലൈഡിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രേഡിയൻ്റ് അല്ലേ, ഫുള്ളി ഫ്ലോയിങ്ങിൻ്റെ കേസിലുള്ള ഗ്രേഡിയൻ്റ് എസിൻ്റെ വാല്യൂവും അതുപോലെ ഫുള്ളി ഫ്ലോയിങ്ങിൻ്റെ കേസിലുള്ള ഡിസ്ചാർജിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ എഴുതി വെക്കാം. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഫസ്റ്റ് നമ്മൾ അപ്പോഴത്തെ വെലോസിറ്റി അല്ലെ, അസോസിയേറ്റഡ് വെലോസിറ്റി വി എസ്, അതായത് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. വി എസ് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ എന്താണ്, വി എസ് ബൈ വി ഇസ് ഈക്വൽ ടു എൻ ബൈ എൻ ആർ ബൈ ആർ ഹോൾ റേസ് ടു 1/6, റൈറ്റ്. അപ്പോൾ നമുക്കിതിലെല്ലാ ടേംസും നമുക്ക് അറിയാവുന്നതാണ്, കാരണം ഇതിൽ വി എസ് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്കിപ്പോൾ അറിയാം അല്ലേ. വി എന്താണ്, 0.9 നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ തന്ന വാല്യൂ ആണ് ക്യാപിറ്റൽ വി എന്ന് പറയുന്നത്. പിന്നെ എന്നും സ്മോൾ എന്നും, എന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ഓൾറെഡി, പക്ഷേ എന്താണ് സ്മോൾ എൻ ബൈ ക്യാപിറ്റൽ എൻ ബൈ സ്മോൾ എൻ എന്ന് പറയുന്നത് സെയിം തന്നെ ആയതുകൊണ്ട് ഡെപ്തിനനുസരിച്ച് എൻ വാരി ചെയ്യാത്തത് കൊണ്ട് എൻ ബൈ എൻ നമുക്ക് കട്ടായിപ്പോവും. പിന്നെ ആർ ബൈ ആർ എന്നുള്ള റേഷ്യോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചു. ഡയറക്റ്റ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ വി എസിനെ കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടുന്ന അറിയാം, 0.845 m/s. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അപ്പോഴത്തെ വെലോസിറ്റി അല്ലെങ്കിൽ സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി 0.3 പ്രൊപ്പോർഷനേറ്റ് ഡെപ്തിൽ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന അവിടുത്തെ സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി എന്ന് പറയുന്നത് 0.845 m/s ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ, സിമ്പിളാണ്. ബാക്കിയെല്ലാം നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിസ്ചാർജിൻ്റെ കേസ്, അപ്പോഴത്തെ ഡിസ്ചാർജിൻ്റെ റിലേഷൻ നോക്കുക, ക്യു എസ് ബൈ ക്യു ഇസ് ഈക്വൽ ടു എൻ ബൈ എൻ ഇൻറ്റു എ ബൈ എ ഇൻറ്റു ആർ ബൈ ആർ ഹോൾ റേസ് ടു 1/6. ഓക്കെ, എല്ലാ വാല്യൂസും നമ്മൾ സ്ലൈഡിൽ തന്നെ കാണിച്ചിട്ടുണ്ട് അല്ലേ. എല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യു എസ് ബൈ ക്യാപിറ്റൽ ക്യൂ എന്താണ് 0.0636 കൊടുത്തു. പിന്നെ എൻ ബൈ എൻ കട്ടായി പോവും. എ ബൈ എ എന്ന് പറയുന്നത് 0.2523 ആണ്. പിന്നെ ആർ ബൈ ആർ 0.683 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാട്ട് വി വിൽ ഗെറ്റ് ദെൻ, ക്യു എസ് ഇസ് ഈക്വൽ ടു 0.015 m3/s. ഓക്കെ, അപ്പം ക്യു എസ് എന്ത് കിട്ടി, 0.015 m3/s. അപ്പോൾ നമുക്ക് ക്യു എസിൻ്റെ വാല്യൂ കിട്ടിയല്ലോ, ക്യു എസ് ഇസ് ഈക്വൽ ടു 0.015 m3/s. ഓക്കെ, അപ്പോൾ നമുക്കിതും കഴിഞ്ഞു. കണ്ടുപിടിക്കാനായിട്ടുള്ളത് എന്താണ്, ഗ്രേഡ് ഓഫ് ഫ്ലോ ഇല്ല, അതായത് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റിയിൽ ഈ 0.3 പ്രൊപ്പോർഷനേറ്റ് ഡെപ്തിൽ ഫ്ലോ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഗ്രേഡിയൻ്റ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ റിലേഷൻ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എസ് എസ് ബൈ എസ് എസ് ഈക്വൽ ടു ആർ ബൈ ആർ ആണ്. സോ എല്ലാ വാല്യൂസ് നമുക്കറിയാം. ക്യാപിറ്റൽ എസ് നേരത്തെ കണ്ടുപിടിച്ചു 1/231.052 ആണ്. ആർ ബൈ ആർ എന്ന് പറയുന്നത് എന്താണ്, സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ 0.683 ആണ്. ഇവിടെ ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ ആയതുകൊണ്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു. ഇനി എസ് എസ് നമ്മൾ ഡയറക്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 0.00633 ഇത് കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് ഇവിടുത്തെ ഗ്രേഡിയൻ്റ്. അപ്പോൾ ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 1/150 സംതിങ് ആണ് ഇതിൻ്റെ വാല്യൂ വരിക. അപ്പോൾ നമുക്കറിയാം 1/231 ആണ് റണ്ണിങ് ഫുൾ ആകുമ്പോൾ ഉണ്ടാകുന്ന ഗ്രേഡിയൻ്റ് എങ്കിൽ 1/150 സംതിങ് മതി ഈ ഒരു പാർഷ്യലി ഫ്ലോയിൽ ഈ ഒരു ഡെപ്തിൽ നമുക്ക് ഗ്രേഡിയൻ്റ് കൊടുക്കേണ്ടതായിട്ട്. സോ അത്രയും സ്റ്റീപ്പ് ഗ്രേഡിയൻ്റ് ഇവിടെ കൊടുക്കേണ്ടതെന്നാണ് അതിനർത്ഥം സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി കൊടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. അതതിൻ്റെ ഒരു കൺസെപ്റ്റാണ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇവിടെ കഴിഞ്ഞു. 3 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. 3 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ. ഓക്കെ, അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ 10 മാർക്സിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണിത്. എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ച് ചെയ്ത് തന്നെ പഠിക്കാം. അപ്പം ഇതിൻ്റെ പല രീതിയിൽ ചോദിക്കാം. ഓക്കെ, ഒരുപാട് സെറ്റ് ഓഫ് റിലേഷൻസും ഇക്വേഷൻ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് പല രീതിയിലും ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റണം. അതിന് എന്ത് ചെയ്താൽ മതി, കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫ്ലോയിൽ ചെയ്യുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കിട്ടിയ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ക്വസ്റ്റ്യനിലുള്ള എന്തൊക്കെ ഡാറ്റ തന്നിട്ടുണ്ടോ ആ ഡാറ്റ എല്ലാം എഴുതിയെടുക്കുക. പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ ഫൈനലായിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതും ജസ്റ്റ് അവിടെ എഴുതി വെച്ചിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ കണ്ടുപിടിക്കാനുള്ള ടേമുമായി ബന്ധപ്പെട്ടുള്ള ഏത് റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു സംഭവം കിട്ടാനായിട്ട് ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് നമ്മൾ സൈഡിൽ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് ഐഡിയ കിട്ടുമെന്നറിയോ, അതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റാവുന്ന ഡാറ്റ ഉണ്ടാവും. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡയറക്റ്റ് ഡാറ്റ ഉണ്ടാവും. അതല്ലാതെ അതിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലാത്ത ചില ടേംസുകളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്താണ്, ഈ ഡാറ്റ വെച്ചിട്ട് നമുക്കതിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതിന് കുറച്ച് റിലേഷൻസ് വേറെ അതുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ബൈ എ, ആ പ്രൊപ്പോർഷനേറ്റ് ടേമുകളൊക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ പ്രൊപ്പോർഷനേറ്റ് ടേമുകൾ ഇതിൽ കണ്ടുപിടിക്കണം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ അത് നമ്മൾ അവിടെ എഴുതി വെക്കുക. അതിൻ്റെ ഇക്വേഷൻസും എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ, ആ ഒരു ഫ്ലോ നമുക്ക് കിട്ടും. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഫ്ലോ നമുക്ക് മനസ്സിലാവും. അതല്ലാതെ എന്താണോ ചോദിച്ചിട്ടുള്ളത് കാണാൻ അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതല്ലാതെ നമ്മൾ വാരി വലിച്ച് എല്ലാ ഇക്വേഷൻസും സോൾവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണല്ലേ. അത് ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് ശീലിക്കുക. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.